ഇന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പം അടുക്കളയിൽ മമ്മി മീൻതലയായിട്ട് ഭയങ്കര യുദ്ധം. ഇത് എവിടുന്നാ മമ്മി മീന്? ഈ മീൻതല ഇതിലേക്കൂടെ മീൻകാരൻ വന്നപ്പം കൊണ്ട് തന്നിട്ട് പോയതാ. ഒരു തല 5.5 കിലോ ഉണ്ട്. ഇത് ഒരുമിച്ച്, അതായത് മൊത്തത്തിൽ അത് ഇളക്കാതെ പൊട്ടിക്കാതെ വെട്ടാതെ ഇട്ട് ഒരേപോലെ ഇട്ട് ഒരു വലിയ പാത്രത്തിൽ ഇട്ട് കഴുകിക്കാൻ പോവുകയാണ്. ഇത് ഇത്രയും തിന്ന് തീർക്കണം. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തക്കാളിയുണ്ട്, പച്ചമുളകുണ്ട്, സവാളയുണ്ട്, കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, അതൊക്കെ പിന്നാലെ കാണാം. ഇപ്പം മമ്മി പുളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചതയ്ക്കുകയാണ് ആദ്യം. ചതച്ച് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമല്ലേ? പാത്രം വെക്കാം. കടുക് വേണ്ടേ മമ്മി? ഉലുവായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഇടണം. സവാള, പച്ചമുളക്, കറിവേപ്പില, ഒരു അരമുറി സവാള കൊഴുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ട കളർഫുൾ എന്ത് രസമാണ് കാണാൻ. മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇടുവാണേ. കാശ്മീരി എരിയില്ലേ? മമ്മിയുടെ മുളക് പൊടിയാണോ? മനസ്സിലല്ല, സഹോദരിയുടെ ആയിരിക്കും. മല്ലിപ്പൊടി 2 സ്പൂൺ. മല്ലിപ്പൊടി ഇട്ടോ, മഞ്ഞപ്പൊടി ഇട്ടോ, കുരുമുളക് പൊടി ഇട്ടോ, അങ്ങനെയൊക്കെ പറയണം. കുരുമുളക് പൊടി ഇട്ടോ, കായം ഇട്ടോ, കായപ്പൊടി ഇട്ടോ, ഉപ്പിട്ടോ? ഉപ്പിട്ടില്ല. ഉപ്പ്, പുളി, ഇതൊന്ന് പച്ചമണം പോകട്ടെ. ഇത് വാളംപുളിയല്ല, കുടംപുളിയാണ്. ഈ അരപ്പിനകത്തോട്ട് ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അതാകുമ്പോൾ എളുപ്പം അങ്ങ് തിളച്ച് വരും. ഇനി ഇത് വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് നോക്കാം. അരപ്പ് തിളയ്ക്കുന്നവരെ നോക്കി നമുക്ക് നിൽക്കാം. ഓക്കെ. വേറെ പാത്രം വെക്കണോ?
കണ്ടോ തല, നമ്മുടെ തല വേവ് കിടക്കുന്ന കണ്ടോ ചട്ടിയില്. ഷാപ്പിലൊക്കെ കട്ടൻ ചായ ഇട്ടോളൂ മോളെ. മോളെ കട്ടൻ ചായ ഇട്ടു. ചാറിങ്ങനെ കോരി ഒഴിച്ച് ഇവിടെ എല്ലാം ഒന്ന് പറ്റിച്ചു. മീൻ ഒത്തിരി കഴിയുമ്പോൾ തിരിച്ചിടാം, അന്നേരം ഈ പാകം വേവും. അടച്ചു വെച്ച് വേവിക്കാം. മീന്തല ഉണ്ടാ തിളച്ച് മറിയുന്നത്. മീന്തല തിരിച്ചിടുക. നമ്മൾ ഗ്യാസിൽ നിന്ന് വിറകടുപ്പിലോട്ട് നല്ല മണമുണ്ട് കേട്ടാ. വിറകടുപ്പിലോട്ട് മാറ്റിക്കണം. വിറകടുപ്പിരുന്ന് ഇതിനകത്തിരുന്ന് പറ്റിക്കോളും. ഇത്തിരി കറിവേപ്പിലയും സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതോടൊന്ന് പറ്റിക്കോളും. കഴിക്കുന്നത് കാണാമോ? അങ്ങനെ ഞങ്ങളുടെ 5.5 കിലോയുടെ മീൻതല റെഡിയായിരിക്കുകയാണ്. ഇന്ന് കപ്പയാണ് വേവിച്ചത്. കപ്പയും മീൻതലയും കൂടെ കഴിക്കുവാണ്. ഷാപ്പിലെ കറിയാണ്.